ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും നല്ല കുളിർമ നൽകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സർബത്താണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. പച്ചമാങ്ങ കൊണ്ടാണ് ഈ ഒരു സർബത്ത് തയ്യാറാക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പഴുത്ത മാങ്ങയൊക്കെ വെച്ച് സർബത്ത് തയ്യാറാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ പച്ചമാങ്ങയുടെ സർബത്ത് എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1 കിലോ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നാടൻ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മൂവാണ്ടൻ എന്ന് പറയുന്ന ഒരു മാങ്ങയാണ്. കാരണം ഈ ഒരു മാങ്ങ വെച്ച് തയ്യാറാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അധികം പുളിയുള്ള മാങ്ങയൊന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. ഇനി ഈ മാങ്ങയുടെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക. അതിനുശേഷം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കാരണം ഇതിൻ്റെ പുറത്ത് ചെറിയ കറയുടെ ഒരു അംശമുണ്ട്. അതെല്ലാം ഒന്ന് പരിപൂർണമായിട്ട് മാറാൻ വേണ്ടി ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മതി. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ആ ഒരു മാങ്ങയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകുക. നമുക്ക് കൂടുതൽ സമയമൊന്നും ഇത് കഴുകേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ അതായത് ഈ മാങ്ങാ കഷ്ണങ്ങളുടെ പുറത്ത് കുറച്ച് കറയുടെ ഒരു ചെറിയ അംശമുണ്ട്. അത് മാത്രം ഒന്ന് പോകാൻ വേണ്ടി നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇത് കഴുകിയെടുത്താൽ മതി. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ആ ഒരു മാങ്ങയുടെ കഷ്ണങ്ങളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം കൈ കൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒന്ന് കൊണ്ടുവരാം. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വേനൽക്കാലത്ത് ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സർബത്ത് തന്നെയാണിത്. ആ ഒരു മാങ്ങയുടെ കഷ്ണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരച്ച് ഒന്ന് കൊണ്ടുവരിക. ഇപ്പം ഞാനിത് ഇതുപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അരച്ചു കൊണ്ടുവന്ന ഈ ഒരു മാങ്ങ ജ്യൂസ് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക. ഇങ്ങനെ അരിച്ചെടുക്കുന്ന ആ ഒരു മാങ്ങ ജ്യൂസിനകത്തേക്ക് വീണ്ടും നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഏകദേശം ഒരു 2-3 മണിക്കൂർ സമയം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഫ്രീസറിനകത്തല്ല, ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ മാറ്റി കൊടുക്കുക. ഇപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷം മാങ്ങയുടെ ജ്യൂസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ തെളിഞ്ഞ ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു സ്റ്റൗ ഓണാക്കുക. അതിൻ്റെ പുറത്തൊരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന മാങ്ങയുടെ ജ്യൂസ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 3/4 കിലോ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. മാങ്ങാ വെള്ളവും പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം ഇത് നിർത്താതെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്ക് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരും. അങ്ങനെ തിളച്ചു വരുന്ന സമയത്ത് പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും അതുപോലെ തന്നെ കാന്താരി മുളകും. ഇവ രണ്ടും നല്ലതുപോലെ ഒന്ന് അരച്ച് അതിൻ്റെ ജ്യൂസാക്കി എടുക്കുന്നത് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും അതുപോലെ തന്നെ കാന്താരി മുളകും അരച്ച് അതിൻ്റെ ആ ഒരു ജ്യൂസും കൂടെ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കാന്താരിമുളക് കിട്ടിയില്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് വേണമെങ്കിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. കാരണം ഇതിനകത്തൊരു ലേശം എരിവും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കുടിക്കാൻ വളരെയേറെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു ഇഞ്ചിനീരും അതുപോലെ തന്നെ കാന്താരിമുളകിൻ്റെ ജ്യൂസും ഇത് രണ്ടും ചേർത്ത് ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്തെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു അല്പം കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വറ്റി ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നത് വരെ വേണം നമുക്കിതൊന്ന് ഇതുപോലെ സ്റ്റൗവിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പൊ ഏകദേശം ഇതിന്റെ ഒരു പകുതി വെള്ളം എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കാരണം ഇതൊരു പകുതി ഭാഗത്തോളം കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ ജ്യൂസിന്റെയും പഞ്ചസാരയുടെയും അളവനുസരിച്ചാണ് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത്. അല്പം കൂടുതൽ ചേർത്ത് കൊടുത്തതിൽ കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 5-10 മിനിറ്റ് സമയം ഇനിയും ഇതുപോലെ മിക്സ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ആ ഒരു കറക്റ്റ് രീതിയിലുള്ള ആ ഒരു സർബത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം
തണുത്ത് കഴിയുമ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പരന്ന പാത്രത്തിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഈർപ്പമയം ഇല്ലാത്ത ഒരു ബോട്ടിലിനകത്ത് വേണം ഇത് ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതൊന്ന് കാണാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിനകത്തേക്ക് ഐസ് ക്യൂബുകളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സർബത്ത് ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ സർബത്ത് വെച്ചാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് ഇതിനകത്ത് കറുത്ത കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുക. ഓരോ സ്പൂൺ കറുത്ത കസ്കസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഇത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും തണുത്ത വെള്ളമോ അതുപോലെ നല്ലതുപോലെ തണുത്ത സോഡയോ വേണം ഉപയോഗിക്കേണ്ടത്. ഏറ്റവും നല്ലത് സോഡ തന്നെ ഉപയോഗിക്കുന്നതാണ്. കാരണം സോഡ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വളരെ പ്രയോജനകരമായിട്ടുള്ള ഈ അതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതൊന്ന് തയ്യാറാക്കുക.